ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഭിണ്ടി മസാല റെസിപ്പിയാണ്. പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷ് ആണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ചധികം തന്നെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ വെണ്ടയ്ക്ക ആണെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ഫ്രൈ ആയി കളർ മാറി വന്നിട്ടുണ്ട്. അങ്ങ് ഭയങ്കര ക്രിസ്പി ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ഫ്രൈ ആയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കോരി മാറ്റി വെക്കാം. അതിനുശേഷം അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും പിന്നീട് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിവിടെ ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടൊമാറ്റോ നല്ലപോലെ അടിച്ച് പ്യൂരി ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് വെച്ച് അതിനെ ഒന്ന് അടച്ചു വെച്ച് ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. അതൊന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പേസ്റ്റ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി ചേർത്ത് ഒരു പേസ്റ്റ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് റെഡിയായി വന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ആ ഒരു ടൊമാറ്റോ പ്യൂരിയൊക്കെ നല്ല രീതിക്ക് ഒന്ന് കുക്കായി അതിന്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, മസാല പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അതിനെ ഒന്ന് ബോയിൽ ചെയ്യാം. ഇപ്പോൾ അതേ ആ ഗ്രേവി നല്ലപോലെ ഒന്ന് ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെണ്ടയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആ ഒരു മസാലയിലേക്ക് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുന്ന പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ബോയിൽ ചെയ്ത് ഈ ഒരു ഗ്രേവി ഫുള്ള് നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഗ്രേവി ആയിട്ട് വേണ്ടുന്നവർക്ക് നമുക്ക് അങ്ങനെ എടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് ബോയിൽ ചെയ്ത് ഗ്രേവി ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു കറി പോലെ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ സൈഡ് ഡിഷ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ വറ്റിച്ച് അതിലെ ആ ഒരു വെള്ളമെല്ലാം വറ്റി ആ മസാല എല്ലാം ആ ഒരു വെണ്ടയ്ക്കയുടെ ആ കഷ്ണങ്ങളിലേക്ക് നല്ലപോലെ കോട്ടായി വരുന്ന കണക്ക് നമ്മളൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെള്ളവും വറ്റി ആ ഒരു മസാല നല്ല കുറുകി ആ ഒരു വെണ്ടക്കയിലേക്കൊക്കെ നല്ല രീതിക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചുകൂടി വറ്റിക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പൊ അതേണ്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഭിണ്ടി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചപ്പാത്തിക്ക് സൈഡ് ഡിഷ് ആയിട്ട് ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചോറിന്റെ കൂടെയും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ടാറ്റാ.